വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് മുതൽ തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ നിങ്ങൾ എടുക്കണത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ബികോമിൽ പഠിച്ച ഏകദേശം മോറോർലെസ് സെയിം സിലബസ് തന്നെയാണ് ഇതിനകത്ത്. ചെറുതായിട്ട് നിങ്ങൾ PG കുട്ടികളായ കാരണം കോൺസെപ്റ്റുകൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്ന് തന്നെയാണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ അസറ്റുകളെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ആ ഫിനാൻഷ്യൽ അസറ്റുകളുടെ എസ്റ്റിമേഷൻ, അക്വിസിഷൻ ആൻഡ് മാനേജ്മെന്റ്, അതാണ് എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മുടെ ഓവറോൾ ബിസിനസ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫണ്ടിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ആക്ച്വലി ആൻ ഇന്റഗ്രേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് നമ്മുടെ അസറ്റുകൾ എത്രമാത്രം വേണം, അതെങ്ങനെ അക്വയർ ചെയ്യണം, അതെങ്ങനെ ഫിനാൻസ് ചെയ്യണം എന്നുള്ള എല്ലാ ഡിസിഷനെയും ചേർത്ത് പറയുന്ന പ്രോസസ് ആണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി വി ആർ മേക്കിംഗ് ഡിസിഷൻ റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഓഫ് അസറ്റ്. നമ്മുടെ ഓർഗനൈസേഷനിലെ ഏതൊക്കെ അസറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അസറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയും. ഇതാണ് ശരിക്കും ഒരു ഓർഗനൈസേഷന്റെ എക്സലൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യം. കാരണം നമുക്കറിയാം ഫിനാൻസ് ആണ് ബ്ലഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞപ്പോ ആ ഫിനാൻസ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്താലേ ഓർഗനൈസേഷനിലെ എല്ലാ മാനേജ്മെന്റ് ഡിസിഷൻസും ഗുഡ് ആവുള്ളൂ. അതുപോലെ എല്ലാ ഓർഗനൈസേഷന്റെ എവരി പാർട്ടിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ക്യാഷ് ഫ്ലോയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റുകളുടെ അഡ്മിനിസ്ട്രേഷൻ, മെയിന്റനൻസ് ഒക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം ആണ്. ശരിക്കും അസസ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ പറയുക. അപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് നമ്മളൊരു മണി മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്, സയൻസ് ഓഫ് മണി മാനേജ്മെന്റ് എന്ന്. അതായത് ഓർഗനൈസേഷനിലെ ഫണ്ട് എത്രമാത്രം റിക്വയർഡ് ആണ്, ആ റിക്വയർ ചെയ്ത ഫണ്ട് ആ ഫണ്ട് നമ്മൾ എവിടുന്ന് അക്വയർ ചെയ്യണം, ആ അക്വയർ ചെയ്ത ഫണ്ട് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ആക്ച്വലി കൺസേൺഡ് വിത്ത് assessment or estimation of fund required for an organization and identifying the source from which we have to acquire the fund and also their effective utilization. ഈ പ്രധാനമായിട്ടും ഈ 3 കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കിടക്കുന്നത്. ആദ്യം നമ്മൾ വി ആർ എസ്റ്റിമേറ്റിംഗ് ദ റിക്വയർമെന്റ് ആൻഡ് ദെൻ വി ആർ അക്വയറിംഗ് ദ ഫണ്ട്, the source best serve and then the effective utilization. അപ്പോ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ആക്ച്വലി ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു 5 കോമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്ലാനിങ് ആൻഡ് അനാലിസിസ്. ഇറ്റ് ഇൻക്ലൂഡ് എന്താണ് ഫണ്ട് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ സോഴ്സ് ആണ് ബെസ്റ്റ്, ഏത് സോഴ്സിനാണ് നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറവില് ഫണ്ട് കിട്ടുന്നതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റേജ് ആണ് പ്ലാനിങ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മള് ഏകദേശം സോഴ്സുകളൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യാണ് ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സോഴ്സ് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി സെലക്ട് ചെയ്യാൻ. തന്നെ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മൾ ഏത് സോഴ്സ് ഓഫ്
ഫണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ടോപ്പ് മാനേജ്മെന്റിന് റിപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ മുകളിൽ എന്തുണ്ടാവണം, ഒരു കൺട്രോള് ഉണ്ടായിരിക്കണം. സോ ഫ്രം ദ സ്റ്റെപ്പ് ഓഫ് പ്ലാനിങ് അപ് ടു കൺട്രോളിങ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ഈസ് ഇൻ ഹാൻഡ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോ എന്താണ്, അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് ദ റിക്വയർമെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ഇൻ എ പ്രോപ്പർ വേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത് എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു എസെൻഷ്യൽ കോമ്പോണന്റ് ആണ്. അതിനെന്തിട്ട് ആ സം സോർട്ട് ഓഫ് ഇമ്പോർട്ടന്റ് ഇൻ ഓർഗനൈസേഷൻ. അപ്പൊ അത് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ഒബ്റ്റൈനിങ് സഫിഷ്യന്റ് ഫണ്ട് അറ്റ് എ മിനിമം കോസ്റ്റ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള പ്രോസസ് നിർവഹിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജർ ആണ്, അല്ലെങ്കിൽ ആ ടീമാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടീമാണ്. ആ ടീം എന്ത് ചെയ്യും, ഒരു ഓർഗനൈസേഷനില് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര ഫണ്ട് വേണമെന്ന് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യും. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ സെർച്ച് ദ സോഴ്സസ് ഫ്രം വിച്ച് ദർ ആർ ഓപ്പർച്യൂണിറ്റി ടു ഒബ്റ്റൈൻ ഫണ്ട്. ആ ഫണ്ട് എവിടെ നിന്നാണ് അക്വയർ ചെയ്യണത്, അക്വയർ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അങ്ങനെ ഡിഫറെന്റ് സോഴ്സുകൾ അനലൈസ് ചെയ്ത് മിനിമം കോസ്റ്റില് ഓർഗനൈസേഷൻ ആ ഫണ്ട് എന്ത് ചെയ്യും, അവൈലബിൾ ആക്കും. അപ്പൊ അങ്ങനെ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് മിനിമം കോസ്റ്റില് പോസിബിൾ ആക്കാൻ എന്ത് സഹായിക്കും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ, ബിക്കോസ് ദേ ആർ പ്ലാനിങ് ദ റിക്വയർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് ദേ ആർ ഐഡന്റിഫൈയിങ് ദ സോഴ്സ് വിച്ച് പ്രൊവൈഡിങ് ഫണ്ട് അറ്റ് മിനിമം കോസ്റ്റ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, എൻഷുവയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അടുത്ത ഇമ്പോർട്ടൻസ് അതാണ്. വെറുതെ ആ സോഴ്സ് ഐഡന്റിഫൈ ചെയ്ത് ഫണ്ട് അക്വിസിഷൻ മാത്രമല്ല, അക്വയർ ചെയ്ത ഫണ്ട് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതും ആരെൻസ്വയർ ചെയ്യുന്നു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. കാരണം ഒരു 3 ഡിസിഷൻ എടുക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടീമാണ്. ഓർഗനൈസേഷന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഡിസിഷനിലൂടെ ദേ ക്യാൻ എൻസ്വയർ ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഒരുപാട് ഫണ്ട് ബ്ലോക്ക് ആവാതെ വേണ്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് അതിൻ്റെതായ രീതിയിൽ അത് അലോക്കേറ്റ് ചെയ്തിട്ട് ഓർഗനൈസേഷനിലെ റിസോഴ്സുകളുടെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആര് പോസിബിൾ ആക്കും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോസിബിൾ ആക്കും. പിന്നെ വരുന്നതാണ് ട്രൈസ് ടു ജനറേറ്റ് സഫിഷ്യന്റ് പ്രോഫിറ്റ് ടു ഫിനാൻസ് എക്സ്പാൻഷൻ. അതാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ എന്താ ഒരുപാട് സോഴ്സുകൾ, മിനിമം കോസ്റ്റ് ഉള്ള സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വി ക്യാൻ ജനറേറ്റ് പ്രോഫിറ്റ് ബിക്കോസ് വി ആർ ഒപ്റ്റിമൈസിങ് ദ യൂസ് ഓഫ് റിസോഴ്സസ്. സോ അപ്പൊ എന്താണ്, ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാനും മോഡേണൈസ് ആവാനും ഒരു ഗ്രോത്ത് കൈവരിക്കാനും ഒക്കെ എന്തുണ്ടാവും, അവിടെ പ്രോഫിറ്റിന്റെ ഫണ്ടിന്റെ അവൈലബിൾ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ അച്ചീവ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും ഒക്കെ വേണ്ടത് എന്താണ്, ഫണ്ടാണ്. ഓർഗനൈസേഷനിൽ ഈവൻ പ്രോഫിറ്റ് ജനറേറ്റ് ആയാലും ഫണ്ട് പ്രോപ്പർ ആയിട്ട് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എടുക്കുന്ന ഡിവിഡൻഡ് ആയിട്ട് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, വി കനോട്ട് മേക്ക് യൂസ് ദ പ്രോഫിറ്റ് ഫോർ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പൊ കിട്ടുന്ന ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന കാരണം ഫിനാൻസ് മാനേജ്മെന്റ് വിൽ എൻസ്വയറിംഗ് ദ എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളത് എന്താണ്, ഫിനാൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. സോ എന്താണ്, അവരുടെ ഓർഗനൈസേഷന്റെ ഫണ്ട് അവർ സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം സഫിഷ്യന്റ് പ്രോഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്യും, റീഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റുകളൊക്കെ റീഇൻവെസ്റ്റ് ചെയ്യും ഓർഗനൈസേഷൻ. അല്ലാതെ കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ല ചെയ്യുക. ഓർഗനൈസേഷനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ദേ വിൽ മെയിൻറ്റെയിൻ സഫിഷ്യന്റ് റിസർവ് ഇൻ ദി ഓർഗനൈസേഷൻ. അങ്ങനെ ഒരു ഓവറോൾ ഒരു ഫിനാൻഷ്യൽ എഫക്റ്റീവ്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും.
ഈ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു ഇന്റഗ്രൽ പാർട്ട് ആകുന്നത് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വിങ് ഡിസൈഡ് ദ മേജർ ഓർഗനൈസേഷണൽ ഡിസിഷൻ. അതായത് ഫിനാൻസ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 3 ആയിരുന്നു അത് മുമ്പ്, ഇപ്പോഴൊക്കെ അത് 4 ഉണ്ട് എന്നാണ് പറയുന്നത്. ആ 3 മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഒരു ഡൈനാമിക് എൻവിറോൺമെന്റിൽ ലിക്വിഡിറ്റിക്ക് കൂടി ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നു. സോ ലിക്വിഡിറ്റി ഡിസിഷനും എന്തുണ്ട്, ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോ അത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഏത് അസറ്റിലാണ് ഓർഗനൈസേഷന്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ് ദ കെയർഫുൾ സെലക്ഷൻ ഓഫ് അസറ്റ് ഇൻ വിച്ച് ദ ഫണ്ട് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ ഫേം. അതായത് അതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ബൈയിങ്, ഹോൾഡിംഗ്, റെഡ്യൂസിങ്, റീപ്ലേസിങ്, സെല്ലിങ് ആൻഡ് മാനേജിങ് അസറ്റ്. ഓർഗനൈസേഷനിലെ അസറ്റുകളുടെ ഈ ബൈയിങ്, ഹോൾഡിംഗ്, റെഡ്യൂസ് ചെയ്യണോ, റീപ്ലേസ് ചെയ്യണോ, സെല്ല് ചെയ്യണോ, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും എവിടെയാണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ പരിധിയിൽ വരുന്നതാണ്. ആക്ച്വലി ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അറൈസ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഫേം ഏത് ലൈൻ ഓഫ് ബിസിനസ്സിലാണ് എന്ത് ചെയ്യേണ്ടത്, എൻഗേജ് ചെയ്യേണ്ടത്, അതുപോലെ അതിന് ആൻസർ ഐഡന്റിഫൈ, അതുപോലെ വേറെ ഏതെങ്കിലും കമ്പനികളെ ഏറ്റെടുക്കണോ, അതുപോലെ തന്നെ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെന്റ് അത് എന്തുമാത്രം ഹോൾഡ് ചെയ്യണം, എങ്ങനത്തെ ആയിരിക്കണം ഹോൾഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഷുഡ് ഫേം മോഡേണൈസ് ഓർ സെൽ ആൻഡ് ഓൾഡ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി. ഇതൊക്കെ എന്താണ്, ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റീസ് ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്, ഫിനാൻസ് മാനേജർ ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വിങ് ആണ്. അപ്പോ ഡിസിഷൻ റിലേറ്റിംഗ് ടു മോഡേണൈസേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് എന്താണ് ഡിസിഷൻ റിലേറ്റിംഗ് ടു അമാൽഗമേഷൻ ആൻഡ് അക്വിസിഷൻ, ഡിസിഷൻ റിലേറ്റിംഗ് ടു എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, all are come under the head investment decision. ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആരാണ്, ഫിനാൻസ് മാനേജ്മെന്റ് ആണ്. സോ ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിലേറ്റ് ടു ദ സെലക്ഷൻ ഓഫ് അസറ്റ് ഇൻ വിച്ച് ഫണ്ട് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ ഫേം. അതായത് 2 തരത്തിലുള്ള ഡിസിഷൻസ് ആണ് ഇവിടെ വരുന്നത് ആക്ച്വലി. കാരണം ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ലോങ് ടേം അസറ്റും ഉണ്ട്, ഷോർട്ട് ടേം അസറ്റും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടേം അസറ്റിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഷോർട്ട് ടേം അസറ്റ് റിലേറ്റ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ഡിസിഷൻ ആണ്. പണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ തന്നെയാണ് നമ്മൾ ലോങ് ടേം അസറ്റ്സിന്റെയും ഷോർട്ട് ടേം അസറ്റിന്റെയും തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പൊ ലോങ് ടേം അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചർ പീരീഡില് ഓർഗനൈസേഷന് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫണ്ട് ആവശ്യമായിട്ടുള്ള പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതില് തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്, ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, കറന്റ് അസറ്റുകൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള, എന്തുമാത്രം കറന്റ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം തീരുമാനം എടുക്കുന്നത് ആരാണ്, നമ്മുടെ ഫിനാൻസ് മാനേജർ. അപ്പോ ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഇറ്റ് ഇൻക്ലൂഡ് ദ കെയർഫുൾ സെലക്ഷൻ ഓഫ് അസറ്റ് ഇൻ വിച്ച് ഫണ്ട് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ ദ ഫേം. ഇറ്റ് ഇൻക്ലൂഡ് ഡിസിഷൻ റിലേറ്റിംഗ് ടു ദ എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ and diversification of business because it involve investment of fund, and it also include acquisition of plant, property, equipment, and it also including decision relating to acquisition and amalgamation, and it also include the diversification of business. All these decisions are come under the head investment decision. Clear ആയെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ഡിസിഷൻ ആണ് എന്ത്, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഫിനാൻസിങ് ഡിസിഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ എന്താണ്, വി റിക്വയർ സം ഫണ്ട്. അപ്പൊ ആ ഫണ്ട് എങ്ങനെ അക്വയർ ചെയ്യണം. Actually, financing decision involve the acquisition of fund needed to support the long-term investment ആണ്. അതായത് എന്താണ്, ഒരുപാട് ഡിഫറെന്റ് സോഴ്സ് ഓഫ്
ഫണ്ട് നമുക്ക് അവൈലബിൾ ആണ്, ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ലോങ് ടേമിൽ തന്നെ ഇക്വിറ്റി, പ്രിഫർ, അങ്ങനെ ഒരുപാട് സോഴ്സ് ഓഫ് ഫണ്ട് അവൈലബിൾ. അതിന്റെ ഓരോ സോഴ്സിനും അതിൻ്റെതായ ഗുണങ്ങളും എന്താണ് ദോഷങ്ങളും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ബിസിനസ് ഡിസൈഡ് ചെയ്യണം ഏത് സോഴ്സ് ഓഫ് ഫണ്ട് ആണ് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്, ഏതാണ് മിനിമം കോസ്റ്റില് നമുക്ക് ഫണ്ട് അവൈലബിൾ ആക്കുന്ന സോഴ്സ് എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യണം. ആ ഡിസിഷൻസ് ആണ് എന്ത്, ഫിനാൻസിങ് ഡിസിഷൻ. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിന് ഒന്നില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലൂടെ ഫിനാൻസ് ചെയ്യാം, ലൈക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതല്ലെങ്കിൽ എന്താണ്, ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് യൂസ് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ്, അതായത് അക്യുമുലേറ്റഡ് റിസർവുകൾ. അതും അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ബോറോ ചെയ്യാം. ബോറോ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ലോൺ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫണ്ട് അവൈലബിൾ ആണ്. ഇപ്പോ നമ്മുടെ ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ദാൻ ബോറോഡ് ഫണ്ട്. അപ്പോ ഒരു മിനിമം കോസ്റ്റിലാണ് നമുക്ക് ഫണ്ട് അവൈലബിൾ ചെയ്യണമെങ്കിൽ വി ക്യാൻ ഓപ്റ്റ് ഫോർ ബോറോഡ് ഫണ്ട്. ബട്ട് അതല്ല, ഒരു എന്താണ് ലിവറേജ് ഇല്ലാത്ത അല്ലെങ്കിൽ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് വളരെ കുറവുള്ള ഒരു ബിസിനസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ നമ്മൾ യൂഷ്വലി ഗോ ഫോർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ അങ്ങനെ എവിടുന്ന് വേണം, ഏത് സോഴ്സിൽ നിന്ന് വേണം നമ്മൾ ഫണ്ട് ഡിസൈഡ് ചെയ്യാൻ എന്നുള്ളതാണ് എന്ത്, ഫിനാൻസിങ് ഡിസിഷനിൽ ഉള്ളത്. അപ്പൊ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഏതാണ് ഫേമിന്റെ അസറ്റ് മിക്സ് അല്ലെങ്കിൽ ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഡിസിഷൻ ആണ് എന്ത്, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഡെപ്റ്റ് വേണോ, ഇക്വിറ്റി വേണോ, എത്രമാത്രം ഡെപ്റ്റ് സോഴ്സ് നമ്മൾ യൂസ് ചെയ്യണം, എത്രമാത്രം ഇക്വിറ്റി ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ആണ് എന്ത്, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഡിസിഷൻ, അതായത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ആണ്. നമുക്കറിയാം, നമ്മൾ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് to the shareholders as dividend, or we can retain the profit for capitalization. അപ്പൊ നമ്മള് ഇപ്പോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഡൈവേഴ്സിഫിക്കേഷനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ they have to retain their profit, because at the time of modernization they can use the internally generated reserve, because they are much low cost than external borrowings. അതല്ല, ഓർഗനൈസേഷൻ എന്തില്ല, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല, ഓർഗനൈസേഷന്റെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ട് ഓഫ് പ്രൊവൈഡിങ് ഹൈ ഡിവിഡൻഡ്, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ദേ ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ് ആസ് ഡിവിഡൻഡ്. അപ്പോ എത്രത്തോളം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ വേണം, എത്രത്തോളം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം റീടൈൻ ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് തീരുമാനിക്കുന്നത് ആരാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പോ സോ ദ ഡിസിഷൻ റിലേറ്റിംഗ് ടു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുക. ഫസ്റ്റ്, ട്രെൻഡ് ഓഫ് ഏർണിംഗ്. നമുക്ക് ഒരുപാട് ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ബിക്കോസ് വി ക്യാൻ റീടൈൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്. അതല്ല, സ്റ്റെബിലിറ്റി ഇൻ ഡിവിഡൻഡ്, അതുപോലെ ഷെയർ മാർക്കറ്റ് പ്രൈസിന്റെ ട്രെൻഡ്, അതുപോലെ ഫ്യൂച്ചർ ഗ്രോത്തിന്റെ ഫ്യൂച്ചർ റിക്വയർമെന്റ് ഓഫ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്. നമുക്കൊരു ഫ്യൂച്ചർ ഗ്രോത്തിന് ഒരുപാട് ഫണ്ട് ബിസിനസിന് ആവശ്യമാണെങ്കിൽ they have to retain the profit, so they have to reduce their dividend payout ratio. അതുപോലെ തന്നെ the cash flow situation, പിന്നെ കമ്പനീസ് ആക്ടിന്റെ റെസ്ട്രിക്ഷൻസ്, ടാക്സ് ഇമ്പാക്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് എന്തെടുക്കുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ എപ്പോഴും ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷന്റെ ബേസിലാണ്. അതായത് ഇഫ് എ ഫേം ഹാസ് സഫിഷ്യന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, they have to retain the profit, they have to reduce their dividend
റേഷ്യോ. അതർവൈസ് അതുപോലെ തന്നെ ഫേമിന് ഫിനാൻസിങ് ഡിസിഷന്റെയും ബേസിലാണ് ഡിവിഡൻഡ് ഡിസിഷൻ. കാരണം ഫേമിന് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഒരുപാട് ആക്സസബിൾ ആണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. ലോ കോസ്റ്റിൽ ഒരുപാട് ഫണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് എക്സ്റ്റേണൽ. അപ്പൊ സോ ദേ ക്യാൻ എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ദയർ പ്രോഫിറ്റ് ബിക്കോസ് whenever they require fund, it's available from external market without any difficulties. High reputed companies നൊക്കെ സംബന്ധിച്ച് they can distribute even their entire profit as dividend because they do not have any difficulties in raising fund from external sources like borrowings, because every institution is ready to give them the fund because the organization has reputation and a stable growth. Otherwise ഒരു small company ഒക്കെ ആണെങ്കിൽ they have to maintain the reserve because it is very difficult to raise external funds. So they have to maintain their portion of profit. They have to reduce their dividend payout for financing the modernization and expansion. So ഒരു dividend decision എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഫിക്സ് ചെയ്യുന്നതിന്റെ ബേസിലായിരിക്കും. അതായത് വോട്ട് പ്രപ്പോർഷൻ ഓഫ് ദറ്റ് പ്രോഫിറ്റ് ഷുഡ് ബി പെയ്ഡ് ഔട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ് ആണ്. അതായത് എത്രത്തോളം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ എത്രമാത്രം പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പ്രോസസ് ആണ് എന്ത്, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. It is based on several factors like trend of earnings, stability in dividend, trend of share market price, future growth restrictions, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരു ഡിസിഷൻ ആണ് എന്ത്, ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി പണ്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ തന്നെ ഇൻവോൾവ് ചെയ്തിരുന്നു. അപ്പൊ അത് വേറെ ഒരു ഏരിയ ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് ഇൻ ദി ഡ്രമാറ്റിക് ബിസിനസ് എൻവിറോൺമെന്റ് ലിക്വിഡിറ്റി ഹാസ് മോർ ഇമ്പോർട്ടൻസ്. സോ ദ ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് കറന്റ് അസറ്റ്. അതായത് എന്താണ് കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡേ ടു ഡേ ഓർഗനൈസേഷന്റെ റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഡിസിഷൻ ആണ് ഈ ലിക്വിഡിറ്റി ഡിസിഷനിൽ ഉണ്ടാകുന്നത്. എത്രമാത്രം ഫണ്ട് നമ്മൾ കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രമാത്രം ഫണ്ട് നമ്മൾ കറന്റ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറന്റ് ലൈബിലിറ്റി ഉപയോഗിച്ചിട്ട് എത്രമാത്രം ഫണ്ട് റൈസ് ചെയ്യണം, വെദർ വർക്കിംഗ് ക്യാപിറ്റൽ ഹാസ് ടു ബി ഫിനാൻസ്ഡ് ഫ്രം ലോങ് ടേം അസറ്റ്, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ് എന്ത്, ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. സോ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കറന്റ് അസറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ട്രേഡ് ഓഫ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എന്ത് ചെയ്യുന്നത്, ലിക്വിഡ്. കാരണം ശരിക്കും ഇത് രണ്ടും ഒരു കോൺഫ്ലിക്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലിക്വിഡിറ്റി കൂടുന്നതിനനുസരിച്ച് the profitability will get reduced, because if we are maintaining so much current asset, our stock will increase and our profit will decrease. അപ്പോ അത് തമ്മിൽ ഒരു പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലിക്വിഡിറ്റി ഡിസിഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫോർകാസ്റ്റ് ചെയ്യുക, അത് ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ലിക്വിഡിറ്റി ഡിസിഷനിൽ വരുന്നത്. ഒരു ഓർഗനൈസേഷനിൽ അഡ്ക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ എന്താണ്, അവിടെ ലിക്വിഡിറ്റി പ്രശ്നമാവും, ഓപ്പറേഷൻസിൽ എന്ത് വരും, ഡിസ്റ്റർബൻസ് വരും, ഒരുപാട് എന്താണ് പ്രശ്നങ്ങൾ പ്രൊഡക്ഷനിൽ വരും. അതല്ല ഒരുപാട് ഫണ്ട് കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ എന്താ മെയിൻറ്റെയിൻ ചെയ്താൽ ഇറ്റ് വിൽ എഫക്ട് അവർ profitability because the cost of fund will increase because we are employing more fund from external source in current asset. അപ്പോൾ രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ബാലൻസ് അച്ചീവ് ചെയ്യുക. എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ടോ അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ലിക്വിഡിറ്റി ഡിസിഷൻ. ലിക്വിഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ മെയിൻ്റനൻസ്, എസ്റ്റിമേഷൻ
and efficient allocation of fund to individual current asset or the proper maintenance of working capital ആണ് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ആക്ച്വലി പറഞ്ഞിരുന്നത് 3 ഡിസിഷൻസ് ആണ് ഫിനാൻസ് മാനേജ്മെന്റിൽ ഉള്ളത് എന്നുള്ളത്. ഇപ്പൊ ഒരു ലിക്വിഡിറ്റി ഡിസിഷനും കൂടി ഉണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട 3 ഡിസിഷൻ ആണ്. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് എന്താന്ന് മാത്രമേ പഠിക്കുള്ളൂ, ടെക്സ്റ്റിൽ ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പോരാ, നമ്മൾ പീച്ച് കുട്ടിയോടായി കോൺസെപ്റ്റുകൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കും. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ എന്താണ് എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന പ്രോസസ്സാണ് ഇൻവെസ്റ്റ്മെന്റ്. ഏത് അസറ്റിൽ വേണം ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വരുന്നത്. ഇനി വരുന്നത് ഫിനാൻഷ്യൽ ഡിസിഷനിൽ പറഞ്ഞ ഏത് സോഴ്സിൽ നിന്ന് വേണം നമ്മൾ ഫണ്ട് അക്വയർ ചെയ്യാൻ, ഏറ്റവും മിനിമം കോസ്റ്റ് നമുക്ക് ഏത് സോഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇനി വരുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ. എത്രമാത്രം പ്രോഫിറ്റിന്റെ എത്ര പ്രപ്പോർഷൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം തീരുമാനിക്കേണ്ടതാണ് എന്ത് ഡിവിഡൻഡ് ഡിസിഷൻ. പിന്നെ വരുന്നത് ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് എങ്ങനെയായിരിക്കണം, വെദർ ഇറ്റ് ഫുള്ളി ഫ്രം കറന്റ് അസറ്റ് ഓർ പാർട്ട്ലി ഫ്രം എന്താണ് ലോങ് ടേം അസറ്റ്. അതുപോലെ തന്നെ കറന്റ് അസറ്റിൽ എത്രമാത്രം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ കറന്റ് അസറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളാണ് ഇവിടെ വരുന്നത് ലിക്വിഡിറ്റി ഡിസിഷനിൽ വരുന്നത്. കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.